ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. 83,036 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. നടവരവിലും അരവണ വിൽപ്പനയിലും ഈ തീർത്ഥാടന കാലത്ത് റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായത്. അതേസമയം ആചാരപരമായി 50 പേരടങ്ങുന്ന മണർക്കാട് സംഘം ഇന്ന് രാവിലെ സന്നിധാനത്ത് എത്തി. ഉച്ചപൂജയോട് അനുബന്ധിച്ച് മണർക്കാട് സംഘം സോപാനത്തിൽ പണക്കിഴി സമർപ്പണം നടത്തും. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് തിരക്കുണ്ട്. ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി കാണുന്ന ആ തിരക്കിന്റെ കാഴ്ചകൾക്ക് മാറ്റമില്ല. എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണാം, വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഫ്ലൈ ഓവറിൽ നിന്നും സാവധാനമാണ് ഈ മണിക്കൂറിൽ ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ടാണ് തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. 80,000 മുകളിൽ ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയതെങ്കിൽ ഇന്ന് രാവിലെ 9 മണി വരെയുള്ള കണക്ക് പ്രകാരം 30,000-അടുത്ത് ഭക്തർ ഇതുവരെ ദർശനം നടത്തിയിട്ടുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ 4,000 മുകളിൽ ഭക്തർ ശരാശരി ദിനംപ്രതി സന്നിധാനത്തേക്ക് എത്തുന്നു. എരുമേലി അഴുതക്കടവ് പാത വഴി 1,500-നും 3,000-നും ഇടയ്ക്ക് ഭക്തർ ദിനംപ്രതി ശരാശരി സന്നിധാനത്തേക്ക് എത്തുന്നു. കാനനപാതകളിൽ വനംവകുപ്പിന്റെയും പോലീസിന്റെയും പ്രത്യേക നിരീക്ഷണമുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഭക്തരെ കടത്തിവിടുകയും ചെയ്തത്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് പ്രകാരം 28 ലക്ഷത്തിന് മുകളിൽ ഭക്തർ ഇതുവരെ ദർശനം നടത്തിയിട്ടുണ്ട്. നടവരവിൽ റെക്കോർഡ് വരുമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 210 കോടി നടവരവ് വരുമാനമായി ലഭിച്ചിരിക്കുന്നു. ഒപ്പം 106 കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ മാത്രം ലഭിച്ചിരിക്കുന്നത്. അരവണയുടെ കരുതൽ ശേഖരത്തിൽ ഇപ്പോൾ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. 3 ലക്ഷം ടിൻ അരവണകളാണ് കരുതൽ ശേഖരത്തിലേക്ക് ദിവസവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ വർധനവ് ഉണ്ടാകണം. 3.5 ലക്ഷമെങ്കിലും കരുതൽ ശേഖരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. ഈ കരുതൽ ശേഖരത്തിലുള്ള കുറവ് മൂലം അരവണയിൽ വിൽപ്പനയിൽ നിയന്ത്രണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ നിയന്ത്രണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നിലവിൽ 20 ടിൻ അരവണ മാത്രമാണ് ഒരു വ്യക്തിക്ക്, ഒരു ഭക്തര് ലഭിക്കുക. ഒപ്പം ബോക്സുകൾ നൽകുന്നില്ല എന്നുള്ള തീരുമാനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ഇനി തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ അരവണ വിൽപ്പന വർദ്ധിക്കുകയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ അരവണ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. 4 ലക്ഷം അരവണ ടിന്നാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വിറ്റുപോയത്. തുടക്കത്തിൽ അത് 1 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് 4 ലക്ഷം വരെ എത്തുകയായിരുന്നു. എന്തായാലും ഡിസംബർ അവസാന വാരത്തോടെത്തുമ്പോൾ കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആചാരപരമായി മണർകാട് സംഘം ഇന്ന് രാവിലെ സന്നിധാനത്തേക്ക് എത്തി. ഉച്ചപൂജയ്ക്ക് പണക്കിഴി സമർപ്പിച്ചതിന് ശേഷമാണ് മണർകാട് സംഘം മടങ്ങുക. കാനനപാതയിലൂടെയാണ് അവർ എത്തിയത്. 50 പേരടങ്ങുന്ന സംഘമാണ്. 28 കരകളിൽ നിന്നുള്ള പണക്കിഴിയാണ് ഭഗവാന് അവർ സമർപ്പിക്കുന്നത്. ആചാരപരമായി പിന്തുടർന്നു പോന്നിരുന്ന ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് 50 പേരടങ്ങുന്ന സംഘം ഇന്ന് രാവിലെ സന്നിധാനത്തേക്ക് എത്തുകയും ആചാരപരമായി ഭഗവാന് പണക്കിഴി സമർപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവധിയുടെ ദിവസങ്ങൾ വരികയാണ്. കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ധാരാളം ഭക്തർ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. 23-ാം തീയതി തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടും 26-ാം തീയതി സന്നിധാനത്ത് എത്തും. ഇന്നലെ ഒരു അവലോകന യോഗം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ഇത്തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം മെമ്പർമാരോ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ക്രമീകരണങ്ങളും മുന്നോട്ട് പോകുന്നത്. ദേവസ്വം അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യോഗങ്ങൾ വിളിക്കുമ്പോൾ മാത്രം സന്നിധാനത്തേക്ക് എത്തുന്നു. ഇനി ഡിസംബർ 26-ാം തീയതിയാണ് അടുത്ത യോഗം നടക്കുന്നത്.